അഴിമതി തുടച്ചു നീക്കാൻ പുതിയ പദ്ധതിയുമായ സർക്കാർ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ എന്ന പദ്ധതി തിരുവനന്തപുരത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം നിവിൻ പോളി ആദ്യ വിജിലൻസ് കമാൻഡോയായി. ഓപ്പറേഷൻ തൂഫാന്റെ വിജയത്തിന് പിന്നാലെ അഴിമതിക്കെതിരെ ജനകീയ പങ്കാളിത്തത്തോടെ പുതിയ ദൗത്യത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അഴിമതിയെ തുരത്താൻ യുവജനതയെ സജ്ജരാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കൈക്കൂലി വാങ്ങുന്നത് മാത്രമല്ല, സേവനങ്ങൾ വൈകിപ്പിക്കുന്നതും അഴിമതിയാണെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. ലഹരിയുടെ ഉപയോഗം ജനങ്ങളിൽ കുറഞ്ഞാൽ ലഹരി മാഫിയ ഇല്ലാതാകും, അവരുടെ വേരുകൾ ചെയ്യും. കൈക്കൂലി കുടിക്കില്ലെന്നും ആരെങ്കിലും ചോദിച്ചാൽ വിളിച്ചു പറയുമെന്നും ജനങ്ങൾ തീരുമാനിച്ചാലോ വിജിലൻസ് വിസിൽ, വിജിലൻസ് കമാൻഡോസ്, അതാണ് നിങ്ങളുടെ ഏറ്റവും പ്രാധാന്യം. ചലച്ചിത്ര താരം നിവിൻ പോളി ആദ്യ വിജിലൻസ് കമാൻഡോയായി. പ്രതികരണശേഷിയുള്ള ജനതയ്ക്ക് മാത്രമേ കെട്ടുറപ്പുള്ള ഭരണകൂടത്തെ പടുത്തുയർത്താൻ കഴിയൂ എന്ന നിവിൻ പോളി. ഞാൻ മനസ്സിൽ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് ആൻറ്റി കറപ്ഷൻ എന്നുള്ളത്. അത് സിനിമയിലും സമൂഹത്തിലും നമ്മുടെ ചുറ്റുപാടിലും പല രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. ഇതിനെല്ലാം ഒരു മാറ്റമുണ്ടാവട്ടെ. ഇതിന് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനുള്ളൊരു ഗവൺമെൻറ്റും പോലീസും ഇവിടെയുണ്ട്. നിങ്ങൾക്ക് സത്യസന്ധമായി ധൈര്യത്തോടു കൂടി നിങ്ങൾ കാണുന്ന ഓരോ അഴിമതികളും നിങ്ങൾക്ക് തുറന്നു കാണിക്കാൻ പറ്റണം. മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കണം. അതിന് നിങ്ങൾ മുന്നിലേക്ക് നിൽക്കണം. അതിനുള്ള എല്ലാ ഉറപ്പും ഈ ഗവൺമെൻറ്റും പോലീസും ഇതിൻ്റെ കൂടെയുള്ള എന്നെ കൊണ്ടാകുന്ന രീതിയിൽ ഞാനും ചെയ്യുന്നതാണ്. സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട അഴിമതികൾ വിജിലൻസിനെ അറിയിക്കാൻ പുതിയ ടോൾ ഫ്രീ നമ്പറും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1064 എന്ന നമ്പറിൽ വിളിച്ച അഴിമതിക്കാരുടെ വിവരങ്ങൾ പങ്കുവയ്ക്കാം. വ്യക്തിവിവരങ്ങൾ പൂർണ്ണമായി രഹസ്യമായി സൂക്ഷിക്കും. ജിബിൻ JB, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.